Hello friends, welcome to channel. 𝙑𝙑𝙑𝙬𝙬 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളൊന്ന് അൺബോക്സിംഗും പരിചയപ്പെടാനോ അതുപോലെ ട്രൈ ചെയ്യാനൊക്കെ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ സ്മാർട്ട് ടൂത്ത് ബ്രഷ് ആണ്. സ്മാർട്ട് അല്ല, ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണ്. എല്ലാം ഇപ്പോൾ സ്മാർട്ട് ആണല്ലോ, അപ്പോൾ സ്മാർട്ട് എന്ന് വരുന്നത് ഫുള്ള്. ഇത് റിയൽമിയുടെ N1 എന്ന് പറഞ്ഞാൽ സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണ് വരുന്നത്. ഇതിന് 699 പ്രൈസ് വരുന്നത്. പിന്നെ ഒരു M1 സീരീസും ഉണ്ട്, അവർക്ക് അതിന് 1500 ആ റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലോണം പല്ലേക്കാൻ തീരുമാനിച്ചു, അതുകൊണ്ട് വാങ്ങിച്ചതെന്നല്ല. ശരിക്കും നമ്മുടെ ഡെൻ്റൽ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ്. ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ശരിക്കും ഇലക്ട്രിക് ടൂത്ത് ബ്രഷാണ് നമുക്ക് ശരിക്കും നല്ലത്. എന്ന് വെച്ചാൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ എന്താ പറയുക, ഈ മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ശരിക്കും ഒരു റെഗുലാരിറ്റി മൂവ്മെൻറ്റ് വേണം ശരിക്കും. അത് കറക്റ്റായിട്ട് ക്ലീൻ ആവണമെങ്കിൽ. നമ്മുടെ ഇതിനാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് സെറ്റഡ് ആണ്. ഇപ്പോൾ ഇതിനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് 20,000 ടൈംസ് പെർ മിനിറ്റിൽ ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത്. വെച്ചാൽ നമ്മുടെ ഈ മൂവ്മെൻറ്റ്സ് ശരിക്കും നമുക്ക് റെക്കമെൻഡ് എന്ന് പറയുന്നത് 10,000 മൂവ്മെൻറ്റ്സ് എങ്കിലും വേണമെന്നാണ് പറയുന്നത് മിനിമം. പിന്നെ നമുക്ക് ഇത് നമുക്ക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണെങ്കിൽ അത് നമുക്ക് ഓട്ടോമാറ്റിക് അത് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഓൾറെഡി സെറ്റഡ് ആണല്ലോ. പിന്നെ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 2 മിനിറ്റ്സ് എങ്കിലും മിനിമം നമ്മൾ പല്ലേക്കണം എന്നാണ് ശരിക്കും റെക്കമെൻഡ്. പക്ഷേ നമ്മൾ ഇത്ര 2 മിനിറ്റ്സ് ഒന്നും പല്ലേക്കാറില്ല. ഇപ്പോൾ ഇതാണെങ്കിൽ നമുക്കിതിൽ ഓൾറെഡി ഒരു സെറ്റ് ടൈമർ ഉണ്ട്. 2 മിനിറ്റ്സ് ആയാലേ സംഭവം ഓഫ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 മിനിറ്റ്സ് ഫുൾ പല്ലേക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷിൻ്റെ പ്രത്യേകത നമുക്ക് പ്ലാഗ് ഉണ്ടല്ലോ, പ്ലാഗ് നല്ലോണം റിമൂവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. അപ്പോൾ നമുക്ക് പ്ലാഗ് റിമൂവ് ചെയ്താൽ നമ്മുടെ ഗംസ് നന്നാവും. അതുപോലെ നമ്മുടെ എല്ലാ പല്ലിൻ്റെയും ഭാഗത്തേക്ക് എത്താനും ഇതിൻ്റെ ഹെഡ് അങ്ങനത്തെ ഡിസൈനിങ് ആണ്, ചെറിയൊരു ടൈപ്പ് ഹെഡാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷിൻ്റെ കോർന്ന് ആകെ പറയുന്നത് പ്രൈസ് കൂടുതലാണ്, അങ്ങനെ മാത്രമേ ഉള്ളൂ. പിന്നീട് അതൊരു ബാറ്ററി ആയിരുന്നു. ഇപ്പോൾ ബാറ്ററി പക്ഷേ നമുക്ക് ഈ റിയൽമി മോഡലിന് ആവശ്യമില്ല. എന്ന് വെച്ചാൽ റീചാർജബിൾ ബാറ്ററിയാണ്. നമുക്ക് കൊല്ലത്തിൽ 3 വട്ടം റീചാർജ് ചെയ്താൽ മതി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു വട്ടം റീചാർജ് ചെയ്താൽ നമുക്കൊരു 130 ദിവസം യൂസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇലക്ട്രിക് ബ്രഷിലേക്ക് മാറി. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് ഞാൻ ബ്ലൂ കളറാണ് വാങ്ങിച്ചത് കേട്ടോ. സംഭവം അവിടെ ഉണ്ട്, ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സംഭവം. ഇതാണ് നമ്മുടെ ബ്രഷ് വരുന്നത്. നല്ലൊരു ക്വാളിറ്റി ബ്രഷാണ് കേട്ടോ. അതിൽ കുറേ ഫീച്ചേഴ്സുകളും 3 ടൈപ്പ് മോഡ്സൊക്കെ ഉണ്ട്. ബാറ്ററി, നമുക്ക് ടൈപ്പ് സി ചാർജർ വരുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു ബ്രഷ് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആൻറ്റിബാക്ടീരിയൽ അതിൻ്റെ ഇതാണ് വരുന്നത്. അതിൻ്റെ എന്താ പറയുക, ബ്രഷിൻ്റെ ഹെഡ് ഉണ്ടല്ലോ, അതിൻ്റെ ആൻറ്റിബാക്ടീരിയൽ വരുന്നത്. ഞാനിതിപ്പോൾ ഇങ്ങനെ വെച്ചേക്കാണ് നമുക്ക് ഹെഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മൾ ഗീവ് അവേ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മളൊരു 10 റൂട്ടറും അതുപോലെ എന്താ പറയുക പ്രോട്ടോണിക്സിൻ്റെ ഒരു വയർലെസ് ഹെഡ്സെറ്റാണ് 3200 കൊടുക്കുന്നത്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ, ലിങ്ക് കാണാൻ മറക്കണ്ട, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പോകാം. അപ്പോൾ നമ്മുടെ റിയൽമിയുടെ N1 എന്ന് പറഞ്ഞാൽ സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷിൻ്റെ ബോക്സാണ് ഈ കാണുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും ഇത് അൺബോക്സിങ് ചെയ്യണം. എന്താ വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് അതിൻ്റെ പുറത്തുണ്ട്. അപ്പോൾ ഞാൻ നൈഫ് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കട്ട് ചെയ്യാം. നമ്മളെന്തായാലും ഇലക്ട്രിക് ടൂത്ത് ബ്രഷൊക്കെ വാങ്ങിച്ച് നല്ലോണം പല്ല് തേക്കാൻ തീരുമാനിച്ചു. വെറുതെ പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഡെൻറ്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്താണ് ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. എന്താ വെച്ചാൽ നമ്മുടെ ബ്രഷിങ് കറക്റ്റ് അല്ലെങ്കിൽ ഇതിന് നമ്മുടെ ഒരു കറക്റ്റ് റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഈ ബ്രഷ് വരുന്നത് 20 ടൈംസ് റൊട്ടേഷൻ മോട്ടറാണ് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ നമ്മുടെ ഡെൻ്റൽ ഡോക്ടർ പറഞ്ഞത് മിനിമം നമുക്കൊരു 10,000 റൊട്ടേഷനൊക്കെ വേണമെന്നാണ് പറയുന്നത് നമ്മുടെ ബ്രഷ് ഉള്ളിൽ കയറിയിട്ട്. എന്നാലും നമുക്ക് ഫുൾ ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇലക്ട്രിക് ടൂത്ത് ബ്രഷിന് കുറേ ഇതുപോലെ കുറേ എന്താ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പിന്നെ അവർ നമുക്ക് നമ്മുടെ റിയൽമി റെക്കമെൻഡ് ചെയ്തതൊന്നുമല്ല, ഞാൻ ആക്ച്വലി നോക്കി വാങ്ങിയതാണ്. ശരിക്കും കോൾഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവരുടെ റീചാർജബിളൊന്നും അല്ല, നമ്മൾ ബാറ്ററി വാങ്ങിച്ച് വരുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിയൽമി നോക്കിയത്. പിന്നെ മീനായിട്ടും കുറച്ചുകൂടി നല്ലത് റിയൽമിയാണ് കേട്ടോ. എന്നുവെച്ചാൽ എൻ്റെ മോട്ടർ കുറച്ചുകൂടി നല്ലത് റിയൽമിയാണ്. പിന്നെ ബോഡി അതുപോലെ ബാറ്ററി അതൊക്കെ നോക്കുമ്പോൾ ഫീച്ചേഴ്സും കുറച്ച് നോക്കുമ്പോൾ റിയൽമിയുടെ ബ്രഷാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യം ബോക്സ് ഒന്ന് പരിചയപ്പെടാം. റിയൽമി N1 എഴുതിയിട്ടുണ്ട്, സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷാണ്. ഞാൻ ബ്ലൂ കളറാണ് വാങ്ങിച്ചത് കേട്ടോ. ഇതിന് 699 രൂപ ആ റേഞ്ചേ വരുന്നുള്ളൂ. ഇതിന് 2 മോഡലുണ്ട്. വേറൊരു M1 എന്നൊരു മോഡലുണ്ട്, അതിനൊരു 1500 ആ റേഞ്ച് വരുന്നുണ്ട്. അതിൻ്റെ ബ്രഷിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. സൈഡിലായിട്ട് റിയൽമി ബ്രാൻഡിങ് ഉണ്ട്. ഈ മുകളിലായിട്ട് നമുക്ക് ഉണ്ട്. ഞാൻ 20,000 ടൈംസ് പെർ മിനിറ്റാണ് ഹൈ ഫ്രീക്വൻസി സോണിക് മോട്ടറാണ് വരുന്നത്. അതുപോലെ ആൻറ്റിബാക്ടീരിയൽ ബ്രിസൽസ് ആണ് വരുന്നത് 99.9. 130 ഡേയ്സ് ബാറ്ററി ലൈഫ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഒരു കൊല്ലത്തിൽ വേണമെങ്കിൽ 2-3 ചാർജ് ചെയ്താൽ മതി. 3 ക്ലീനിങ് മോഡ്സ് അവൈലബിൾ ആണ്. സേഫ് ഫുഡ് ഗ്രേഡാണ് ബ്രഷ് ഹെഡ്. IP-X7 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് വരുന്നത് കേട്ടോ. ഇതിൽ MRP കൊടുത്തിരിക്കുന്നത് 1999 പക്ഷേ ഞാൻ പറഞ്ഞല്ലോ 699 വില വരുന്നത്. ബ്ലൂ കളറാണ്, വൈറ്റും ഉണ്ട്. പിന്നെ ഇമ്പോർട്ടഡ് ആണ് സംഭവം, മാനുഫാക്ചർഡ് ബൈ റിയൽമി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പക്ഷേ ചൈനയിലാണ്. ഇമ്പോർട്ടഡ് ബൈ ഒപ്പോ മൊബൈൽസ് ഇന്ത്യയാണ്. കൺട്രി ഓഫ് ഒറിജിൻ ഇന്ത്യ തന്നെയാണ്. ചൈന തന്നെയാണ്.
ഫുൾ ചെയിനാണ് സംഭവം. അതാണ് ആകെ ഇഷ്ടപ്പെടാത്തൊരു സംഭവം. നമുക്ക് ഇവിടെ ഒരു സീലുണ്ട്, അത് നമുക്ക് പൊട്ടിക്കണം. അപ്പോൾ നമ്മുടെ സീരം അതിനുപയോഗിക്കുന്ന നൈഫ് എടുക്കുക. കുട്ടി നൈഫാണ് ഈ പ്രാവശ്യം കിട്ടിയത്. ഓക്കെ, നമ്മളത് കട്ട് ചെയ്തു. എന്തായാലും എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എത്ര യൂസ് ചെയ്തിട്ടും അതിൻ്റെ എന്താ പറയുക, മൂർച്ച പോകുന്നില്ല. എന്തായാലും നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഫുള്ളി പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഒരു ബ്രിസ്റ്റിൽ നമുക്ക് കിട്ടും. ഇത് എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാനൊക്കെ കിട്ടും കേട്ടോ. 3 എണ്ണമായിട്ട് കിട്ടും. 500 രൂപ ആ റേഞ്ച് വരുന്നത്. പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ളൊരു ടൈപ്പ് സി ആണ് കൊള്ളാം. അത് കൊള്ളാം. ടൈപ്പ് സി കേബിളാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ബ്രഷ് വരുന്നത്. പുറത്തേക്ക് വരുമോ? നല്ല ടൈറ്റാണ് സംഭവം. ഓക്കെ. ഇത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ലൈറ്റ് ആണ്. ബിൽഡ് ക്വാളിറ്റി സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് നമ്മുടെ ബ്രഷ് വേണം. ഇതിൻ്റെ പോലും റിയൽമിയുടെ ബ്രാൻഡിങ് ഉണ്ട്. എന്തായാലും നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് സംഭവം വരുന്നത്. ചാർജ് ഉണ്ട് കേട്ടോ. ഇതിൽ 3 മോഡ്സാണ് വരുന്നത്. ഇതിൽ ചാർജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് ഓവർവ്യൂ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, പവർ സ്വിച്ച്. അതുപോലെ 3 മോഡുകളുണ്ട്. സോഫ്റ്റ്, പോളിഷ്, അങ്ങനെ കുറച്ച് മോഡുകളുണ്ട്. പിന്നെ ബാറ്ററി ചാർജ് ഇൻഡിക്കേറ്റർ ഉണ്ട്. റിയൽമിയുടെ ബ്രാൻഡിങ് ഉണ്ട്. വേറെ കാര്യങ്ങളായിട്ടൊന്നുമില്ല. ബാക്കിൽ താഴെയായിട്ട് നമുക്ക് ടൈപ്പ് സി പോർട്ടും വരുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ പേരുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ബ്രിസ്റ്റൽ ഒന്ന് കട്ട് ചെയ്യണം. ഇത് നമുക്ക് ഓക്കെ, നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് അത്യാവശ്യം ലൈഫ് കിട്ടും. നമ്മുടെ നോർമൽ ബ്രഷ് ഉണ്ടല്ലോ അതിൻ്റെ അതുപോലെ തന്നെ ലൈഫൊക്കെ അതിൻ്റെ പോലെ തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ള്. നല്ല ടൈറ്റാണ് സംഭവം. മാറ്റി വയ്ക്കാം. എന്തായാലും ഇനി നമുക്ക് ജസ്റ്റ് ഇതിൽ കണക്ട് ചെയ്യേ വേണ്ടു. എന്താ സംഭവമായി. അതായതാണ് നമ്മുടെ ഫസ്റ്റ് മോഡ് വരുന്നത്. ഇത് സെക്കൻഡ് മോഡ്. ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ഇത് പോളിഷ് മോഡാണ്. കണ്ടോ വൈബ്രേറ്റ് ആണ്, കാണുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ വൈബ്രേഷൻ ആണോ? അപ്പോൾ ഇതാണ് സംഭവം വരുന്നത്. ഇതിൽ അത്യാവശ്യം എനിക്ക് ഫുൾ ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ ഗ്രീൻ ലൈറ്റ് കത്തണം, ഫുൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ചാർജ് ചെയ്യേണ്ടി വരും. എന്തായാലും നമ്മൾ ഫസ്റ്റ് ചാർജ് കുറച്ച് ചെയ്തിട്ട് നമുക്ക് എന്തായാലും പല്ലേക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാലും നമുക്ക് അതിൻ്റെ യൂസിങ് എങ്ങനെയാണ് റിവ്യൂ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ചാർജ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ നേരത്തെ പറയാൻ പറഞ്ഞു, ഇതിലൊരു യൂസർ മാനുവലും കിട്ടിയ സ്റ്റാർട്ട് ഗൈഡും ഉണ്ട് കേട്ടോ. നമുക്കിതിൽ ഫുൾ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. ബ്രഷ് ഹെഡ്, ഹാൻഡിൽ കാര്യങ്ങൾ, പ്രൊഡക്റ്റ് ഇൻഫോർമേഷൻ, എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓട്ടോ മെമ്മറി ഫംഗ്ഷനൊക്കെ ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലീൻ ദ ബ്രഷ് ഹെഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് വാട്ടർ, ക്ലീൻ ബ്രഷ് ഹെഡ്, നമ്മൾ ഡ്രൈ നോർമൽ പോലെ തന്നെ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി അടുത്തത് ഞാൻ എന്തായാലും ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ പല്ല് തേച്ച് നോക്കിയിട്ടാണ് ശരിക്കും. ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് ആദ്യം നമ്മളിത് പിടിച്ചപ്പോൾ ഭയങ്കര ഒരു സൈസായിട്ട് തോന്നി. നമ്മുടെ നോർമൽ ടൂത്ത് ബ്രഷ് പിടിക്കുമ്പോഴുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ. പക്ഷേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ബ്രഷ് വയ്ക്കാൻ നല്ലൊരു സുഖം എനിക്ക് തോന്നി. ഇവിടെ കുറച്ച് തിന്നാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പല്ല് വയ്ക്കാനൊന്നും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് വെച്ചാൽ നമ്മുടെ ബേസിൻ്റെ അവിടെ ഞാൻ ആദ്യം ബേസിൻ്റെ അവിടെ നമുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. പക്ഷേ ക്യാമറ വയ്ക്കാനുള്ള ഒരു പരിപാടി ഇല്ല. എന്ന് വെച്ചാൽ ഒറ്റയ്ക്കാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസ് അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഇതിൽ 3 മോഡ്സ് ഉണ്ട്. നമുക്ക് സോഫ്റ്റ് മോഡ് പോലത്തെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഹൈ മോഡ് പോലത്തെ വേറെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പോളിഷ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പോളിഷ് മോഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇത് നമുക്കിത് കാണാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങൾ ഇതിൽ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. ഞാൻ അവിടെ സൗണ്ട് വേണമെങ്കിൽ കേൾപ്പിച്ചാൽ അവിടെ കണ്ടോ ഭയങ്കര സൈലൻ്റ് ആണ്. പക്ഷേ ഇതെന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് മോഡ് ഉണ്ടെങ്കിൽ അപ്പോൾ ലൈറ്റ് കത്തുന്ന കാണാം നിങ്ങൾക്ക്. ഇത് പോളിഷ് മോഡാണ്. പോളിഷ് മോഡിൽ എന്താ വെച്ചാൽ വ്യത്യാസം വെച്ചാൽ അതിൻ്റെ കുറേ വൈബ്രേഷൻസ് ഡിഫറൻസുകളുണ്ട്. അപ്പോൾ അത് ഇടുമ്പോൾ നല്ലൊരു സുഖമുണ്ട് എനിക്ക്. പക്ഷേ അത് ഭയങ്കരമായിട്ട് കംഫർട്ടബിളായിട്ട് തോന്നി. നോർമലി നമ്മൾ ഇലക്ട്രിക് ബ്രഷ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ അത്ര കംഫർട്ടബിൾ ആയില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി. പിന്നെ ഞാൻ ടൂത്ത് ബ്രഷ് അതിനായിട്ടും വാങ്ങിക്കാൻ കാരണം തന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫും അതുപോലെ നമ്മുടെ ഫീച്ചേഴ്സുകളാണ്. എന്തായാലും ഫുൾ ലോക്കായി നമുക്കിങ്ങനെ തിരിച്ചാൽ മതിയിട്ട് അത് നമുക്ക് ഊരിടുക്കാൻ വേണമെങ്കിൽ കണ്ടു. ഇത് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കാൻ കിട്ടും. 3 എണ്ണത്തിന് 400 രൂപ അതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ നമ്മുടെ നോർമൽ ബ്രഷ് പോലെ തന്നെ ലാസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് എപ്പോഴും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എനിക്കൊരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ. എന്തായാലും ഞാൻ നമ്മുടെ ഡെൻ്റൽ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ട് മാറിയതാണ്. എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ ടൂത്ത് ബ്രഷിന് അത്യാവശ്യം നല്ല ബെനിഫിറ്റ്സുകളുണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്. ശരിക്കും അതിൻ്റെ ഡിഫറൻസ് എനിക്ക് തോന്നി പല്ലേച്ചപ്പോൾ. എന്താ പറയുക ഒരു ശരിക്കും പല്ലേച്ച പോലെ ഒരു ഇഫക്റ്റ് തോന്നി എനിക്ക്. അപ്പോൾ നമ്മളെന്താ വീഡിയോ എൻ്റെ ഒപ്പം ചെയ്താലോ. അതിൻ്റെ മുകളിൽ കൂടുതൽ നമുക്ക് പറയാൻ വേറെ ഒന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ശരിക്കും കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലേക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഗിവ് അവേ വീഡിയോ ഇട്ടുണ്ട്, അത് പോയി ഫോളോ ചെയ്യാനും മറക്കണ്ട. അതുപോലെ കാണാനും മറക്കണ്ട. നമ്മുടെ ടെൻഡയുടെ റൂട്ടറും അതുപോലെ നല്ലൊരു വയർലെസ് ഹെഡ്സെറ്റ് ആയിട്ടുള്ള പ്രോട്ടോണിക്സിൻ്റെ മഫാർന്നൊരു സംഭവം കൊടുക്കുന്നത് 3200 രൂപയുടെ.
അപ്പോൾ എന്തായാലും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ബൈ.